ഇവിടെ നിന്നിട്ട് നാളെ പോയ പോരെ മോളെ? നാളെ അവനെ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒക്കെ കൊണ്ടുപോവല്ലേ? അവനിവിടെ നിറങ്ങുന്നത് കാണുമ്പോ ഞാൻ നെഞ്ചു പൊട്ടി വീട് പോവും. നീ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു താങ്ങാവും. ഞാനിവിടെ ഇല്ലാതിരിക്കുന്നത് അമ്മ നല്ലത്. എന്നെ കണ്ട നന്ദു തളർന്നു വീഴും. മോളെ, ഇപ്പൊ നന്ദു മാനസികമായിട്ട് കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുക. അതങ്ങനെ തന്നെ പോട്ടെ, ഞാൻ പോയേക്കാം. പോ, എല്ലാരും പോ. ആരും വേണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. ഹരിയേട്ടനും നിങ്ങളും ഒക്കെ കൂടി ചേർന്ന് അവനെ രക്ഷിക്കുന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് ഇപ്പൊ അവനെ ചതിക്കല്ലേ? പോലീസ് കൊടുക്കാനായിരുന്നെങ്കിൽ എനിക്കും അവനും ഒക്കെ ഒരു ആശ തന്നെ. എന്തിനാ? അവൻ അവന്റെ ശുദ്ധത കൊണ്ടാ കുറ്റങ്ങളൊക്കെ ഏറ്റത്. സംഭവിച്ചതൊക്കെ ഒരു അബദ്ധമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അറിയാതെ പറ്റുന്ന തെറ്റിന് അതിന് എത്ര വലിയ തെറ്റായാലും മാപ്പ് കൊടുക്കല്ലേ വേണ്ടത്? നിങ്ങൾ അവനെ രക്ഷിക്കാൻ നോക്കല്ലേ വേണ്ടത്? നീതി ന്യായവും ഒക്കെ സ്കെയിൽ വെച്ച് അളന്നു നോക്കി എന്റെ മകനെ ഒരു ഇരയാക്കിയിട്ട് നിങ്ങൾ നാട്ടുകാരുടെ കൈയടി വാങ്ങാൻ നിൽക്കല്ലേ? അവനുള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വലിയ ഹരിചന്ദ്രന്മാരാവാൻ പറ്റിയത്. ചിലപ്പോ അവൻ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ നിങ്ങൾക്ക് മാപ്പില്ല. അവനോട് നിനക്കുണ്ടായിരുന്ന പക തീർക്കാൻ കൃത്യമായ ഒരു അവസരം കിട്ടി. ആ അവസരം മുതലാക്കി നീ പകരം വീട്ടുകല്ലേ? ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് അവനോട് നീ ബുദ്ധിപരമായി പ്രതികാരം ചെയ്യുക. കോടതിയിലും നീ അവന് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കും അല്ലേ? ഇസബെല്ലയോട് അവൻ അടുക്കാൻ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? ചെയ്ത കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് കൂടെ നിന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു. അതിനപ്പുറം ഒന്നുമില്ല. നീ അല്ലാതെ നന്ദന് ഈ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുമില്ല. ഇസബെല്ല ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്തു. എല്ലാം അറിഞ്ഞിട്ടും നീ നന്ദന് മാപ്പ് കൊടുക്കുന്നില്ല. പകയാ നിനക്ക് എന്റെ മോനോട്. എന്താമ്മേ, പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, പറഞ്ഞാലും തീരില്ല. അമ്മ ഈ പറഞ്ഞതൊന്നും പൂർണ്ണ മനസ്സോടെ അല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നോടൊപ്പം നിൽക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ പറ, ഞാനല്ലായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കുവോ? അമ്മയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്തായിരിക്കും?